ഇപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് പയറും മുട്ടയും കൊണ്ട് ഒരു അടിപൊളി ഉപ്പേരിയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ചോറിന്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉപ്പേരിയാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഒന്നുകൂടി നോക്കണം. നമ്മൾ ആവശ്യമുള്ള പയറെല്ലാം എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. നീളത്തിൽ തന്നെ മുറിച്ചെടുക്കാം. അപ്പൊ നമ്മളിതാ പയർ ഈ വലിപ്പത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചെടുത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് വാട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച പയറിട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് 5 മിനിറ്റ് നേരം ഓടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ആദ്യം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പൊ നമുക്കിതൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പയറിന് കുറച്ചും കൂടി വേവാനുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഇടക്കിടക്ക് ഇളക്കിയില്ലെങ്കിൽ അത് അടുത്ത് പിടിക്കും. അപ്പൊ ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മളെ പയറിൽ ഇതിടെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് നീക്കിയിട്ട് അതിന്റെ നടുക്ക് മാത്രം ഒന്ന് ഒഴിച്ചിടാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിത് 2 മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ പയറ മുട്ട ഉപ്പേരിയുടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ എല്ലാം തന്നെ നല്ല ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ മാത്രം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോരല്ല, നിങ്ങളും ട്രൈ ചെയ്തിട്ട് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കാം. കമന്റിലൂടെ അറിയിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.